ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹബീബ് അഷ്റഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ ഹബീബ് അഷ്റഫ് അല്ല, അയ്യോ വീഡിയോയിൽ ആളില്ലല്ലേ. യെസ്, ഇത് വേറെ ആളാണ്. ഈ ആളുടെ പേരാണ് നോ ഫിൽട്ടർ ഹബീബി. ഹോ, എന്ത് ഫ്രഷ് പേരല്ലേ ഇത്, അവരാരും കേൾക്കാത്ത പേര്. എന്നാലെന്താ, ഫ്രഷ് അല്ലാത്ത കണ്ടൻസ് ആയിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ആ കണ്ടൻസ്? അതിപ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്. ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. തുടക്കത്തിൽ തന്നെ ക്രിഞ്ച് അടിച്ചല്ലേ. ആക്ച്വലി എനിക്കിങ്ങനെ ഒരു വ്ളോഗ് ചാനൽ ചെയ്യണം എന്നുള്ള ഒരു ആലോചന തന്നെ ഉണ്ടായില്ല. പക്ഷേ ഇത് ഒരു ടിപ്പിക്കൽ വ്ളോഗാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞില്ല. എനിക്ക് തന്നെ കുറേ ഐഡിയാസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് നിങ്ങളോട് പറയാത്തതല്ല. എനിക്ക് എന്താണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ അറിയില്ല. മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു ക്രിയേറ്റീവ് വീഡിയോസായിട്ട് പുറത്തോട്ട് വരട്ടെ. പിന്നെ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് വീഡിയോ ചെയ്യാൻ ചൂസ് ചെയ്തതെന്നുള്ളത്. വേറൊന്നുമല്ല, 7 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രണ്ട്സ്, സന്തോഷ് ട്രോഫിയിൽ കേരളം ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫൈനൽ പ്രവേശിച്ചിരിക്കുന്നു. യെസ്, നമ്മുടെ ഫുട്ട് ആൻഡ് ബോൾ ചാനൽ തുടങ്ങുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ്. അതേ ടെറസ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കരിമ്പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇതേ ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനെ നിന്നാൽ മറ്റുമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അന്നേരം എനിക്ക് സംസാരിക്കാൻ ഇത്രത്തോളം കോൺഫിഡൻസോ എനർജിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതുണ്ടായി. എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാണ്? എക്സ്പീരിയൻസ്. ഈ 7 വർഷം 3500-4000 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ 4000-5000 മണിക്കൂർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പെർട്ട് ആകുമെന്നാണ് പറയുന്നത്. ഞാനതിൽ എക്സ്പെർട്ടൊന്നും ആയിട്ടില്ല, പക്ഷേ ബെറ്ററായി എന്ന് പറയുന്നൊരു ഫീല് തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഈ ഒരു ചാനലിൽ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇടക്കാലത്ത് ഇവിടെ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് വീഡിയോ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പോയി. നമ്മുടെ ആദ്യം തൊട്ടേ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ സൺലൈറ്റ് കറക്റ്റായിട്ട് ഇട്ട് വാവ് വട്ടേ വെളിച്ചം. അങ്ങനെ ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് ചാനലാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളുടെ ചാനലും ഇപ്പോൾ എന്നെയും കുറേ കൊല്ലമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചുമ്മാ എന്താണ് ഫിൽട്ടർ ഇല്ലാത്ത ഞാൻ എന്ന് ചുമ്മാ പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പണ്ട് നമുക്കേ ഹബീബി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു. ആക്ച്വലി പിന്നെ എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഒരു മടി, സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് നിർത്തിയത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രോപ്പർ വ്ളോഗൊന്നും അയക്കത്തില്ല. ആ ചാനലാണ് പിന്നെ ക്രിക്കറ്റ് ചാനലായിട്ട് മാറ്റിയത്. ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് കണ്ടൻസൊക്കെ ഇട്ടിരുന്നൊരു ചാനലാണ്. അപ്പം കുറേ നാളുകളായിട്ട് ഇതിൽ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും പോരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതിനിപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻസ് ഇടുന്ന ഒരു ചാനലാക്കി മാറ്റാം. എന്തായാലും ഈ ലൈറ്റിങ്ങിൽ ഞാൻ കുറച്ച് ചുള്ളനായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേപോലത്തെ ക്രിഞ്ചത്തരങ്ങളും ഫിൽട്ടർ ഇല്ലായ്മയും ഈ ചാനലിലൂടെ തുടരും. അപ്പോൾ പേര് മറക്കണ്ട, നോ ഫിൽട്ടർ ഹബീബി.